ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹാപ്പി കിച്ചൺ, ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റവ ലഡു ആണ്. വളരെ സ്വാദിഷ്ടമായ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇന്നത്തേത്. പക്ഷേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റെസിപ്പി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് റവ ലഡു തയ്യാറാക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് 1.5 കപ്പ് റവ. പിന്നെ നമുക്ക് വേണ്ടത് 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. പിന്നെ വേണ്ടത് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായ റോസ്റ്റഡ് കാഷ്യൂ നട്ട്സ്. ഇനി ഒരു പാനിലേക്ക് ഏകദേശം 6 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അത് നന്നായി ഉരുകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1.5 കപ്പ് റവ ചേർക്കുക. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത റവയാണ്, അതുകൊണ്ട് നെയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. റവ നന്നായി നെയ്യുമായി യോജിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1.25 കപ്പ് പഞ്ചസാര ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ പഞ്ചസാരയും റവയും നന്നായി മിക്സായി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചതച്ചെടുത്ത ഏലക്കയാണ്. ഒരല്പം പഞ്ചസാര കൂടി ചേർത്താണ് ഞാനിത് ചതച്ചെടുത്തിരിക്കുന്നത്, കാരണം പൊടിയാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ക്രഷ് ചെയ്ത ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. എല്ലാം നന്നായി മിക്സായി കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അടുത്തതായി നമുക്ക് വേണ്ടത് ഏകദേശം 1/2 കപ്പ് ചൂട് പാലാണ്. ഇത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുത്താൽ മതിയാവും. 1/2 കപ്പ് മുഴുവനും ചേർക്കേണ്ടി വരില്ല. ഇതിലേക്ക് ഒരല്പം കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, എന്നാലും പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടാനാണ് ഇത് ചേർത്തത്. ഇനി കുറേശ്ശെ പാല് ചേർത്ത് ഇത് നന്നായി കുഴച്ചെടുക്കുക. ആ ചൂടോടെ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പോൾ അഥവാ കൈകൊണ്ട് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടായാലും ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി കഴിവതും ചൂടുള്ളപ്പോൾ തന്നെ ഇത് കൈകൊണ്ട് ചെറിയ ഉരുളകളാക്കി മാറ്റുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ വലുപ്പം തീരുമാനിക്കാവുന്നതാണ്. ഇനി വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇടയ്ക്കിടെ ആവശ്യമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, കാഷ്യൂ നട്ട്സ് വെച്ച് അലങ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഉരുളകളാക്കിയ ശേഷം ഉടൻ തന്നെ കാഷ്യൂ നട്ട്സ് അതിലേക്ക് പിടിപ്പിക്കുക. അല്ലെങ്കിൽ പിന്നെ അത് വെച്ച് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാവും, കാരണം ഇത് പെട്ടെന്ന് സെറ്റാവും. അങ്ങനെ എല്ലാം ഉരുളകളാക്കിയ ശേഷം ചിലത് മാത്രം ഞാൻ റോസ്റ്റഡ് കാഷ്യൂ നട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ അളവിന് ഏകദേശം 15 റവ ലഡു നമുക്ക് കിട്ടി. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ റവ ലഡു ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സിമ്പിൾ സ്വീറ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്.
പിന്നെ വളരെ സിമ്പിൾ റെസിപ്പി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. മാത്രമല്ല, ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഉടൻ തന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Hope you like the recipe. Please subscribe, like, share and comment. Watch more videos.